എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. യോഹന്നാൻ 11:28. തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ബഥാനിയയിലെ മാർത്ത സ്വന്തം സഹോദരി മറിയയോട് പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. ലാസറിൻ്റെ ചരമവാർത്ത അറിഞ്ഞ് ആ സഹോദരികളെ ആശ്വസിപ്പിക്കുന്നതിനും പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ നൽകി അവരെ ധൈര്യപ്പെടുത്തുന്നതിനും വേണ്ടി കർത്താവ് ആ ഗ്രാമത്തിൽ എത്തിയതായിരുന്നു. കർമ്മനിരതയായ മാർത്തയാണ് കർത്താവിനെ ഭവനത്തിന് പുറത്ത് വെച്ച് ആദ്യം കാണുന്നത്. അങ്ങനെ കർത്താവ് വന്നെത്തി എന്നുള്ള സദ്വാർത്ത അറിയിക്കാനാണ് അവൾ സഹോദരിയുടെ അടുക്കലെത്തിയത്. അപ്പോൾ അവൾ യേശുവിനെ വിശേഷിപ്പിച്ചത് ഗുരു എന്നാണ്. അവളുടെ വാക്കുകൾ, ഗുരു നിന്നെ വിളിക്കുന്നു. ഇത് നമ്മോട് ഓരോരുത്തരോടുമുള്ള ഒരു സൂചനയാണ്. ഗുരുവിൻ്റെ പാദാന്ത്യം എത്താനുള്ള ആഹ്വാനമാണ് ഈ വാക്കുകൾ നമുക്ക് നൽകുന്നത്. യേശുവിനെ ശ്രേഷ്ഠ ഗുരുവായി പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നു. മറ്റൊരു വ്യക്തി, കർത്താവിനെ ശ്രേഷ്ഠ ഗുരുവായി അംഗീകരിച്ച മറ്റൊരാൾ പ്രമാണിയും ന്യായപ്രമാണ പണ്ഡിതനും സന്നദ്ധി സംഘാംഗവും വലിയ ഉപദേഷ്ടാവുമായിരുന്നു. അയാൾ യേശുവിനെ സമീപിക്കുന്നത് രാത്രിയുടെ നിശബ്ദതയിലും ഏകാന്തതയിലുമാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം. യു ആർ ടീച്ചർ കം ഫ്രം ഗോഡ്. യേശുവിനെ കുറിച്ചുള്ള ഈ സാക്ഷ്യം നൽകുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, യഹൂദ സമൂഹത്തിലെ ഒരു അംഗീകൃത പണ്ഡിതന്റെ സാക്ഷ്യമാണ്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പല മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പരീശന്മാരുടെ തെറ്റായ പ്രവണതകളെ പിൻപറ്റരുത് എന്ന് നിർദ്ദേശിക്കുന്ന തരത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിനോടൊപ്പം നൽകിയതാണ്, നിങ്ങൾ റബ്ബി എന്ന പേർ എടുക്കരുത്, ഒരുവനത്രേ നിങ്ങളുടെ ഗുരു. ആ ഗുരു അവരോട് സംസാരിക്കുന്ന കർത്താവ് തന്നെ എന്ന് വ്യക്തമാക്കുകയാണ്. മേൽപ്പറഞ്ഞ വേദഭാഗങ്ങളെല്ലാം യേശുവിനെ ഒരു ഗുരുസ്ഥാനത്ത് വെളിപ്പെടുത്തുന്നു. ഒരു നല്ല ഗുരു ആകുന്നതിന് മുൻപ് അവിടുന്ന് ഒരു നല്ല ശിഷ്യനും വിദ്യാർത്ഥിയുമായിരുന്നു. ഒരു നല്ല വിദ്യാർത്ഥിക്ക് മാത്രമേ ഒരു നല്ല ഗുരുവാകാൻ കഴിയൂ. നന്നായി വായിക്കാനും നിരീക്ഷിക്കാനും കേൾക്കാനും ഉദ്ഗ്രഥനം ചെയ്യാനുമുള്ള കഴിവാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ കഴിവുകൾ അന്യാദൃശ്യമാവണ്ണം യേശുവിനുണ്ടായിരുന്നുവെന്ന് യേശുവിൻ്റെ ബാല്യകാല അനുഭവം വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ബാല്യകാലത്തെ കുറിക്കുന്ന ഒരു സംഭവം നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു. അത് വിശുദ്ധ ലൂക്കോസ് ആണ് സാക്ഷ്യപ്പെടുത്തുന്നത്. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യോസഫിനോടും അമ്മയായ മറിയയോടും ഒരുമിച്ച് യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നു. നാസറേത്തിൽ നിന്നുള്ള ഈ യാത്രയ്ക്ക് കുറഞ്ഞത് 3 ദിവസമെങ്കിലും വേണ്ടിവരും. തീർത്ഥാടക സംഘത്തോട് ഒരുമിച്ചായിരുന്നു ഈ കുടുംബം യാത്ര ചെയ്തത്. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഒരു വലിയ ഭക്തജനപ്രവാഹമുണ്ടാകും. പെരുന്നാളിൻ്റെ ചട്ടവട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ജനങ്ങൾ തിരികെ പോയി. ബാലനായ യേശു ദേവാലയത്തിൽ തന്നെ നിന്നു. ഒരു ദിവസത്തെ ദൂരം യാത്ര ചെയ്ത് വൈകിട്ട് വിശ്രമത്തിനൊരുങ്ങുമ്പോൾ യേശു കൂടെയില്ല എന്ന് യോസെഫും മറിയയും തിരിച്ചറിഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ മടങ്ങി വന്നപ്പോൾ
യേശു ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരത്തിലുമൊക്കെ വിസ്മയമുണ്ടായി. ലൂക്കോസ് 2-ാം അധ്യായത്തിലാണ് അത് വായിക്കുന്നത്. ഒരു നല്ല വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ യേശുവിൽ നമുക്ക് കാണാം. ഒന്ന്, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തും. എവിടെയൊക്കെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കാൻ അവസരവും സാഹചര്യവും ഉണ്ടാകുന്നു, അതെല്ലാം പ്രയോജനപ്പെടുത്തും. യഹൂദ മതത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വേദപണ്ഡിതന്മാരുടെ സാന്നിധ്യം യെരുശലേം ദേവാലയത്തിലുണ്ട്. അവരിൽ നിന്ന് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരം യേശു പാഴാക്കിയില്ല. 2, ഒരു നല്ല വിദ്യാർത്ഥി ഉചിതവും സംഗതവും അർത്ഥപൂർണവുമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളായിരിക്കും. യേശുവിനെ പറ്റി പറയുന്നത് അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. വസ്തുതകൾ വിലയിരുത്തുകയും മനനം ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുവൻ്റെ ലക്ഷണമാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. സോക്രട്ടീസിൻ്റെ പ്രബോധനം ഒരു വലിയ വിജയമായിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ രഹസ്യം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ്. 3 കാണുന്നു, ശ്രദ്ധാപൂർവം കേട്ടു. ശ്രദ്ധാപൂർവം കേൾക്കുക. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പതറാതെ ഏകാഗ്രതയോടെ പഠിക്കാനുള്ള ശ്രമം. കർത്താവ് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ചെവിയില്ലാത്തവൻ ഏതായാലും കേൾക്കില്ല. അപ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞത് ശ്രദ്ധയോടും ജാഗ്രതയോടും ഉൾക്കൊള്ളണം എന്നതാണ്. 4-മത്തെ കാര്യം, ലക്ഷ്യബോധമുള്ളവനായിരിക്കും. യേശുവിൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? ഈ ചോദ്യത്തിൽ 12-ാമത്തെ വയസ്സിൽ തന്നെ തൻ്റെ ദൗത്യം എന്തെന്ന് വ്യക്തമായ കാഴ്ചപ്പാട് കർത്താവിനുണ്ടായിരുന്നു. വ്യക്തമായ ഒരു ലക്ഷ്യബോധമില്ലാത്ത വിദ്യാർത്ഥി ഒരു പക്ഷെങ്കിൽ പരാജയപ്പെട്ടു പോകാം. 5-മത്തെ ഒരു കാര്യം, ശിക്ഷണബോധമുള്ളവനായിരിക്കും. നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അവിടുന്ന് ദൈവപുത്രനായിരുന്നുവെങ്കിലും മനുഷ്യനായി തീർന്ന മനുഷ്യ സ്വഭാവത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും സ്വന്തമാക്കുകയായിരുന്നു. ഈ അവസ്ഥയിൽ മാതാവായ മറിയാമിനും വളർത്തുപിതാവായ യോസഫിനും അവർക്ക് വിധേയനായി അനുസരണപ്പെട്ട് ജീവിക്കുകയായിരുന്നു. വിധേയത്വവും ശിക്ഷണബോധവും ഇല്ലാതെ ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ ആർക്കും കഴിയില്ല. അപ്പോൾ കർത്താവിനെ ശ്രേഷ്ഠ ഗുരുവായി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഒരു നല്ല വിദ്യാർത്ഥി ആയിരുന്നത് കൊണ്ടാണ് ഒരു ശ്രേഷ്ഠ ഗുരു ആയിത്തീർന്നത് എന്ന യാഥാർത്ഥ്യത്തോടു കൂടിയാണ്. യഹൂദനായ പ്രമാണവും പ്രകൃതിയും ജനങ്ങളും ഇതെല്ലാം കർത്താവ് അവഗാഹമായി മനസ്സിലാക്കിയതാണ് പിന്നീട് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മുടെ ശ്രേഷ്ഠ ഗുരുവാണ്. നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്നത് പോലെ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അപ്പോൾ എപ്പോഴും നമ്മെ വിളിക്കുന്ന, നമ്മെ സ്നേഹത്തോടെ ക്ഷണിക്കുന്ന ഒരു കർത്താവ്, ഒരു നല്ല ഗുരുവിനെ പോലെ നമ്മുടെ ജീവിതത്തിനരികെ വരുന്ന ദൈവമാണ്. മറിയയോട് പറഞ്ഞത്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ മുഴുകി ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആകുലതകളിലുമൊക്കെ തട്ടി ഇങ്ങനെ ജീവിതം വല്ലാണ്ട് ഏകാഗ്രതയില്ലാതെ പോകുന്ന അവസരങ്ങളിൽ മറിയയോട് പറഞ്ഞ വാക്ക് നമുക്കും ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. ഗുരു വന്നിട്ടുണ്ട്, അല്പം ആശ്വസിക്കാൻ, തിരക്കുകളിൽ നിന്ന് അല്പം മാറി നിന്ന് ആശ്വസിക്കാൻ, നമ്മുടെ സംശയങ്ങൾ പങ്കുവയ്ക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം എന്തെന്ന് കൂടുതൽ തിരിച്ചറിയാൻ ഈ ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മെ സഹായിക്കും.
കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ സാന്ത്വനത്തിൻ്റെ വാക്കുകൾ ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിച്ച് ഗുരുവിൻ്റെ പാദാന്തികെ നമുക്കും വന്നണയാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശ്രേഷ്ഠ ഗുരുവായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിലുണ്ടല്ലോ. ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്ത ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ വീർപ്പ് മുട്ടിക്കുമ്പോൾ നല്ല ഗുരുവായ അവിടുന്ന് അങ്ങയുടെ വചനത്താൽ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആകുലതകൾ ജീവിതത്തെ പിടിമുറുക്കുമ്പോൾ, ഞങ്ങൾ അസ്വസ്ഥരായിത്തീരുമ്പോൾ, കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് സ്വസ്ഥത നൽകുന്നവനായി കൂടെ ഉള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയെ സ്വീകരിപ്പാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ ഇന്നത്തെ പകൽക്കാലം സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപയാൽ കരുതിക്കൊള്ളണമേ. കുറവുകളും അവിശ്വസ്തതകളും അവിശ്വാസങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകുന്ന ദിനങ്ങൾ സന്തോഷത്തോടും അനുഗ്രഹത്തോടും ആസ്വാദനത്തോടും കൂടെ അനുഭവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.